ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മണാലിയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അകലെയായി ബിയാസ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് വസിഷ്ഠ്. ആ ഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മണാലിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വസിഷ്ഠ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. കാറ് പാർക്ക് ചെയ്ത ശേഷം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശത്തായിട്ട് ഒരുപാട് കടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഹോട്ടലുകളുണ്ട്, അതുപോലെ സ്നാക്സും പാനിപ്പൂരിയൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട്. ഇവിടെ ശരിക്കും ഒരു വലിയൊരു മാർക്കറ്റ് പോലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വസിഷ്ഠ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലൂടെയാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ ഒരുപാട് മണാലിയുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ബാഗുകളും കീ ചെയിനുകളും അതുപോലെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. പലതരത്തിലുള്ള തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. വസിഷ്ഠ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ ഈ കയറി ചെല്ലുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രം. ഇവിടെ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രവേശന സമയമെന്ന് പറയുന്നത് രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെയാണ്. നമുക്കിവിടെ കയറി ഈ ക്ഷേത്രം കാണുന്നതിന് പ്രവേശന ഫീസോ അങ്ങനെ ഒന്നുമില്ല. ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ ക്ഷേത്രം തുറന്നിട്ടുണ്ടാകും. വസിഷ്ഠ ക്ഷേത്രം 4000 വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാഴ്ചയിൽ ഇതൊരു ചെറിയ ക്ഷേത്രമാണെങ്കിലും ഇതിൻ്റെ കൊത്തുപണികൾ കൊണ്ടും വാസ്തുവിദ്യ കൊണ്ടും എല്ലാം ഈ ക്ഷേത്രം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പോയിന്റുകളിലും മൊയിലിനെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി റെൻറ്റിന് കൊടുക്കുന്നവരെയും മൊയിലിനെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നവരെയും കാണുവാൻ സാധിക്കും. വസിഷ്ഠ ക്ഷേത്രത്തിലെ പ്രകൃതിദത്ത ചൂടുവെള്ള നീരുറവയുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. ശരിക്കും ഇവിടെ നല്ല തണുത്ത് ഉറച്ച് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ പ്രകൃതിയിൽ നിന്ന് തന്നെയായിട്ടാണ് ഈ ചൂടുവെള്ളം കിട്ടുന്നത്. ഇത് ശരിക്കും ഇവിടെ വരുന്ന ആളുകളെല്ലാവരും തന്നെ ഈ ചൂടുവെള്ളം വന്ന് നോക്കാറുണ്ട്. ഈ കാണുന്നതാണ് ഈ 3 പൈപ്പിലൂടെ വരുന്ന വെള്ളമാണ് ചൂടുറവ. കൈ കൊണ്ട് ഞാൻ തൊട്ട് വയ്ക്കും. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മളിങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ കണ്ട പട്ടിയാണ്. ഇപ്പോൾ ആ പട്ടി ആ വഴിയിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ പോകുന്ന ആളുകളെല്ലാവരും ആ പട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് ആ പട്ടീനെ തലോടി അതിനെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ആരും വളർത്തുന്ന പട്ടിയൊന്നുമല്ല. നമുക്ക് മണാലിയിലെ പല സ്ഥലങ്ങളിലും ഇത്തരം ഭംഗിയുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പട്ടികളെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് ഈ പട്ടികളെ കാണാൻ വേണ്ടി. ഇതൊരു പ്രവേശന കവാടമാണ്. ഈ പ്രവേശന കവാടത്തിലൂടെ നമ്മൾ നടന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടും സൈഡുകളിലായിട്ടും ഇരിക്കുന്ന രീതിയിലുള്ള ചെറിയ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ താഴെ കല്ലുകൊണ്ടാണ് പാകിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി വന്ന പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രം മുഴുവനും ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. കാത് കുനി വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഹിമാലയൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പ്രദേശങ്ങൾ വ്യാപകമായി കാണപ്പെടുന്ന ഒരു തദ്ദേശിക സാങ്കേതിക വിദ്യയാണിത്. കാത് കുനി സ്ലറി ഉപയോഗിക്കാത്ത ഉണങ്ങിയ കൊത്തുപണികളുടെയും മരത്തടികളുടെയും പ്രത്യേകിച്ച് ദേവദാരു അച്ചുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സങ്കീർണമായ മരക്കൊമ്പ് കൊത്തുപണികൾ കാത് കുനി വാസ്തുവിദ്യയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. വാതിലിൽ ചെയ്തു വച്ചിരിക്കുന്ന കൊത്തുപണികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടും ഈ ക്ഷേത്രം മുഴുവനായിട്ടും ഒരുപാട് കൊത്തുപണികളാൽ, വളരെയധികം കൊത്തുപണികളാൽ സമ്പന്നമാണ്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കാണാൻ നമ്മളതിൻ്റെ തൊട്ടടുത്ത് നിന്ന് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുന്നത്. ഇത്രയധികം കൊത്തുപണികൾ ഈ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് കുറച്ച് നേരം ഈ കൊത്തുപണികളൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ആളുകൾ വന്ന് ഇരിക്കുകയും ഇതുപോലെ ഇരുന്നൊക്കെ ഫോട്ടോസ് എടുക്കുകയും ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശത്തായിട്ട് നമുക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു സ്ഥലമാണ്. അവിടെ ഇരുന്നിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതും മുഴുവനായിട്ടും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൂണും എല്ലാം കൊത്തുപണികളാൽ വളരെ സമ്പന്നമാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ടുള്ള 360 ഡിഗ്രിയിലുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ കയറി വന്ന പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഈ കവാടത്തിലൂടെ നമ്മൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. അങ്ങനെ ഈ കവാടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മളിപ്പോൾ ഇതേ കാണുന്ന സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പിലൂടെ നടന്ന് നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയായിട്ടും ചെറിയൊരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ആ ക്ഷേത്രവും മരങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മരവും കല്ലൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുന്ന ഈ അടിഭാഗം മുഴുവൻ കല്ലാണ് പാകിയിരിക്കുന്നത്. വസിഷ്ഠ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വേദങ്ങളിലെ ഏറ്റവും പഴക്കമേറിയതും ആദരണീയവുമായ ഋഷിമാരിൽ ഒരാളായ മഹാനായ ഋഷി ഗുരു വസിഷ്ഠന് വിശ്വാമിത്രരുടെ രാജാവുമായി നിരന്തരമായ ശത്രുതയുണ്ടായിരുന്നു. വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ എല്ലാ കുട്ടികളെയും കൊന്നു എന്നാണ് ഐതിഹ്യം. ഇത് മുനിയെ വിഷാദത്തിലാക്കി. വസിഷ്ഠൻ വളരെ ദുഃഖിതനായി ഒരു നദിയിൽ ചാടി ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നദിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മുനി വസിഷ്ഠൻ വിഭാഷ നദിയുടെ തീരത്തുള്ള ഗ്രാമത്തിൽ താമസമാക്കി. ഗ്രാമത്തിന് വസിഷ്ഠ എന്ന് പേരിട്ടു. വിഭാഷ നദി പിന്നീട് ബിയാസ് നദി എന്നറിയപ്പെട്ടു. പിന്നീട് മഹർഷി ധ്യാനിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. അങ്ങനെയാണ് വസിഷ്ഠ ക്ഷേത്രം നിലവിൽ വന്നത്. വസിഷ്ഠ ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പുറത്ത് വഴിയിലേക്ക് ഇറങ്ങി. അപ്പോൾ വഴിയുടെ സൈഡിലായിട്ടിരുന്ന് കൈയും കൊണ്ട് തൊപ്പി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് നമ്മൾ അവിടെ കാണുന്നത്. നടന്നു വരുന്ന വഴിയുടെ ഒരു വശത്തായിട്ട് നിന്ന് പാനിപ്പൂരി വിറ്റുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പാനിപ്പൂരി വാങ്ങി കഴിച്ചു. ഞാനും കഴിച്ചായിരുന്നു. മണാലിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പോയിൻ്റാണ് വസിഷ്ഠ ക്ഷേത്രം. വസിഷ്ഠ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്ത് ഈ ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. മണാലിയിൽ എത്തുമ്പോൾ മറക്കാതെ ഈ ക്ഷേത്രം സന്ദർശിക്കുക. ഹിമാചൽ പ്രദേശിലെ ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് ഈ വരുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പോകാനുള്ള ബസ്സാണ് കിടക്കുന്നത്. അങ്ങനെ മണാലിയിലെ കാഴ്ചകളും യാത്രയുമെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് നമ്മൾ പോരാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് മണാലിയിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.